ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ മെസ്സേജസ് ആണ്. അപ്പൊ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ആളുടെ മെസ്സേജസ്. നിങ്ങളുടെ വ്യക്തിയുടെ മെസ്സേജസ്. ഈ തേർഡ് പാർട്ടി ഇല്ലാത്തൊരു പരിപാടി ഇല്ല. ഓക്കെ. റിമിനിസിങ് ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. അതായത് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്നപ്പോ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നപ്പോ നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് തമാശകൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ അവരായിരിക്കും പറയുന്നത്. അവരാ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരുപാട് ചിരിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ പറയുന്നത് കേട്ട് ചിലപ്പോൾ അവർക്കും ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. കാരണം നിങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ചില കാര്യങ്ങൾ, ജോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും തമാശകൾ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് പറയുന്നത്. റണ്ണർ, അൺഫിനിഷ്ഡ് ബിസിനസ്, ഗിൽറ്റി, റിഫ്ലക്ഷൻ, കമ്മിറ്റ്മെന്റ്. അതായത് പുള്ളി ഒരു ഓട്ടക്കാരനായിരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി പല രീതിയിലും ഓടി ഒളിച്ചു, പലർക്കും വേണ്ടി ഓടി ഒളിച്ചു. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും കാര്യത്തോട് അടുത്തു കഴിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഇപ്പൊ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താണ് ഓടി വേറെ എന്തെങ്കിലും ഒരു പരിപാടിയിലോട്ടൊക്കെ പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാതിരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്നും പറഞ്ഞ് വേറെ എന്തെങ്കിലും പരിപാടിയിലോട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. അപ്പൊ പുള്ളി ഇനി ഓടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. അപ്പൊ നമുക്കൊരു കസേര ഇട്ട് കൊടുക്കാം. ഓക്കെ. അൺഫിനിഷ്ഡ് ബിസിനസ്, വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. അതായത് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പല മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകാം, അല്ലെങ്കിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഒരു പുകമറ പോലെ ഉണ്ടാകാം. നിങ്ങൾക്ക് പല കാര്യങ്ങളും ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ടാവില്ല. എന്താണ് നടക്കുന്നത്, ഇപ്പൊ എന്താ നടന്നത്, അല്ലെങ്കിൽ നേരത്തെ എന്തായിരുന്നു നടന്നത്, ഈ വ്യക്തി എന്താണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് ശരിക്കുള്ള പരിപാടികൾ, എന്തൊക്കെയായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ചിലപ്പോൾ നുണ പറഞ്ഞിട്ടുണ്ടാകാം, വേറെ എന്തെങ്കിലും പരിപാടിയിലോട്ട് ഇൻവോൾവ് ആയിട്ടുണ്ടാകാം. കാരണം നിങ്ങൾ തമ്മിൽ സോൾവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് പല തെറ്റിദ്ധാരണകളും മാറ്റേണ്ടി വരും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്ത് നിങ്ങളെ കൺവിൻസ്ഡ് ആക്കാനായിട്ടുള്ള പല പരിപാടികളും അച്ചമ്പി പ്ലാൻ ചെയ്യണം. ഗിൽറ്റി, റിഫ്ലക്ഷൻ, കമ്മിറ്റ്മെന്റ്. അതായത് എനിക്ക് നിങ്ങളോട് ഞാൻ ഇതുവരെ കമ്മിറ്റ്മെന്റ് തരാനൊന്നും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെന്റ് തരാം, അങ്ങനെയൊക്കെയുള്ള ഒരു പറച്ചില്. കാരണം എൻ്റെ ഫ്യൂച്ചറിന്റെ ഒരു പാർട്ടായിട്ട് നീ ആ സൈഡിൽ ഒന്ന് ഉണ്ടായിരിക്കണം കേട്ടോ, അങ്ങനെയൊക്കെ. കാരണം എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും നിങ്ങളോട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോ, എനിക്ക് തോന്നുന്നു ഈ വ്യക്തി ഒരു ഇടത്താവളമാക്കിയാണോ നിങ്ങളെ വെച്ചിരുന്നത്. നമുക്കൊരു ഇടത്താവളം ഉണ്ടല്ലോ, ആ ഇടത്താവളം എന്ന് പറയുമ്പോ ഒരു തൽക്കാലം ഒരു ആശ്വാസം, അല്ലെങ്കിൽ തൽക്കാലത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇവർക്ക്, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പൊ പല വിധത്തിലുള്ള ആവശ്യങ്ങൾ വരും. ചിലപ്പോൾ സാമ്പത്തിക ആവശ്യങ്ങൾ വരും, സെക്ഷൽ ആവശ്യങ്ങൾ വരും,
മാനസികമായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ്, ഫിസിക്കലായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ്, പിന്നെ കുറച്ച് നേരം പോക്ക്, അങ്ങനെയൊക്കെയുള്ള ഒരു ഇടത്താവളമായിട്ടാണോ നിങ്ങൾ കരുതിയിരുന്നത്? അങ്ങനെ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോ അതിൻ്റെ അകത്തൊക്കെ ഒരു ഗിൽട്ടി, ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അത് ഗിൽട്ടിയോ, വേണ്ടായിരുന്നു, തെറ്റായിരുന്നു എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ. കാരണം നിങ്ങൾ അകലെ നിൽക്കുമ്പോഴാണ്, നിങ്ങൾ നിങ്ങളായിട്ട് ബന്ധമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് ക്ലാരിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാവുന്നത്, ഒരു ക്ലാരിറ്റി വരുന്നത്. അതും ഒക്കെ മനസ്സിലാവും. ഓക്കെ, ഹോൾഡിംഗ് ബാക്ക്, അൺസാറ്റിസ്ഫൈഡ് കോൺവെർസേഷൻ, അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, അതായത് പുള്ളി വിചാരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി നേരത്തെ നടന്ന കാര്യങ്ങളിലൊന്നും വലിയ സന്തോഷവാനല്ല, അല്ലെന്നുണ്ടെങ്കിൽ പുള്ളി വിചാരിച്ച പോലെ ആയിരിക്കില്ല കാര്യങ്ങളൊക്കെ പോയത്, അതിൻ്റെ അകത്തൊന്നും പുള്ളി ഹാപ്പി അല്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കോൺവെർസേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അണ്ടർസ്റ്റാൻഡിങ്, ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. അതായത് ഇപ്പൊ എന്താ പറയാ, നിങ്ങളെ വിളിക്കാനും നിങ്ങളുടെ വോയിസ് കേൾക്കാനും ഒക്കെ ആഗ്രഹം ഉണ്ടെന്നാണ് മച്ചമ്പി പറയാൻ ആഗ്രഹിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും ഈ വ്യക്തിക്ക് അറിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണ് നിങ്ങളുടെ ക്യാരക്ടർ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം സ്റ്റോറി ഉണ്ട്, അതെല്ലാം നിങ്ങൾ ഇവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് ചിലപ്പോൾ അതൊന്നും വകവെക്കാതെ വേറെ എന്തെങ്കിലും കാര്യത്തിലോട്ടോ, ഒന്നല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയിലോട്ടോ, വേറെ വ്യക്തികൾ പറയുന്ന കാര്യങ്ങളിലോട്ടോ എടുത്തു ചാടി പോയതായിരിക്കാം. അതായത് നിങ്ങളുടെ സ്റ്റോറി കാണാൻ അപ്പോൾ ശ്രമിച്ചില്ല, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ സ്റ്റോറി എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പോയി കഴിഞ്ഞിട്ടാണോ സ്റ്റോറി മനസ്സിലാക്കിയിട്ട് കാര്യമുണ്ടോ? I feel confusion, third party reunion. I feel unclear about where we stand. Third party, അതറിയാലോ, റിയൂണിയൻ. അതായത് ഇപ്പൊ കൺഫ്യൂഷനാണ്, അത് വേണോ ഇത് വേണോ, അതെടുക്കണോ ഇതെടുക്കണോ, ഇത് വേണോ അത് വേണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? പിന്നെ നമ്മളിപ്പോ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ഇതിലെന്താ പറയാ, ഓരോ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് നമ്മളിപ്പോ എന്തിലാണ് നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത് എന്നൊക്കെ പുള്ളിക്ക് തന്നെ കൺഫ്യൂഷനാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നമ്മൾ ഒരാളുടെ മെന്റൽ ഫീലിങ്സ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഫീലിങ്സ് വെച്ചിട്ടോ അവരെ ഡാമേജ് ചെയ്ത് അവരെ എല്ലാ രീതിയിലും നശിപ്പിച്ചു പോയിട്ട് ഇപ്പൊ കൺഫ്യൂഷനായിട്ട് കാര്യമുണ്ടോ? ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ്. എന്തോ പറയാനാ അതിന്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ അറിയാലോ, വേറെ ഒന്നല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പ്രൊഫഷൻ ആയിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ അടുത്തോട്ട് വരാനുള്ള ഒരു ബ്ലോക്കാണ്. റീയൂണിയന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ഒന്നല്ലെങ്കിൽ സംസാരമായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന കാര്യങ്ങളെ പറ്റി ആയിരിക്കാം. ആർക്കും നമ്മൾ ഒരു ഇടത്താവളമാക്കി നമ്മളുടെ ലൈഫ് കൊടുക്കാതിരിക്കുക കേട്ടോ. നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഇടത്താവളമാക്കി കൊടുക്കേണ്ട കാര്യമുണ്ടോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അൺഅപ്രീഷിയേറ്റഡ്, ഡിസ്ഹോണസ്റ്റി, അൺവർത്തി. അതായത് എന്താ പറയാ, ചില സമയത്ത് നിങ്ങളുടെ വാല്യൂ ഇവർ മനസ്സിലാക്കിയിട്ടില്ല, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിരുന്ന പല കാര്യങ്ങളും, ഇത് എപ്പോ വേണമെങ്കിലും എനിക്ക് അവൈലബിൾ ആണ്, ഇത് എനിക്ക് എപ്പോ വേണമെങ്കിലും കിട്ടും, ഇവരെപ്പോ വേണമെങ്കിലും എന്നെ സ്നേഹിക്കാൻ ഇവിടെ റെഡി ആയിരിക്കും, ഞാൻ എന്തൊക്കെ ചെയ്തിട്ടൊന്നാലും ഇവരിവിടെ ഉണ്ടാവും, അങ്ങനെയുള്ള ഒരു മൈൻഡ് ഉണ്ട്. ഓക്കെ, ഡിസ്ഹോണസ്റ്റി, നിങ്ങളോട് പല കാര്യങ്ങളും നുണ പറഞ്ഞിട്ടുണ്ടാകാം, പല രീതിയിലുള്ള, ഇപ്പൊ നിങ്ങൾ അതെന്താണ് അവിടെ എന്താണ് ഇവിടെ എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ കോൾ വെയിറ്റിംഗ് ആയിരുന്നു, നിങ്ങൾ എന്താണ് അവിടെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ പല രീതിയിലുള്ള നുണകളൊക്കെ പറഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഐ ഫെൽറ്റ് ലൈക്ക് യു ഡിഡ് നോട്ട് കെയർ. ചിലപ്പോൾ നിങ്ങൾ ഇത്രയൊക്കെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടും വിഷമിപ്പിച്ചിട്ടും ബുദ്ധിമുട്ടിപ്പിച്ചിട്ടും പല കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടും ഇവർക്ക് എന്താണ്
ഒരു കുഴപ്പമില്ലാത്ത, ഇവര് ഇതൊന്നും ബാധിക്കാത്ത രീതിയിൽ ജീവിക്കുന്ന എന്താന്നുള്ള മച്ചമ്പി ഇപ്പൊ അതിന്റെ ഒരു ടെൻഷനിലാണ്. ഇവര് നല്ല രീതിക്ക് ജീവിക്കുന്നുണ്ടല്ലോ, ഇവർക്ക് എന്താ കുഴപ്പം? ഇത് പൊതുവെ ആളുകളുടെ ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ വാതിലടച്ച് ഡോറൊക്കെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്ത് ഫുള്ളായിട്ട് നമ്മൾ വിഷമിച്ച് നരകിച്ച് ജീവിക്കണമെന്നാണ് ചില ആളുകളുടെ ഒരു വിചാരം. നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ? നിങ്ങൾ മനസ്സിൻ്റെ അകത്ത് ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നുണ്ടാവും, പക്ഷെ അത് നിങ്ങൾ പുറത്തു കാണിക്കുന്നില്ല. അത് നല്ല കാര്യം. നമ്മളെ ചതിച്ചിട്ട് പോയവരുടെ അടുത്തും വഞ്ചിച്ചിട്ട് പോയവരുടെ അടുത്തും നമ്മൾ ഒരിക്കലും താഴ്ന്നു പോയി അല്ലെങ്കിൽ നമ്മൾ നശിഞ്ഞു പോയി എന്ന് ഒരിക്കലും അവരെ കാണിച്ചു കൊടുക്കരുത്. നമ്മൾ അതിൽ നിന്നൊക്കെ റിക്കവേർഡായി നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക. കെമിസ്ട്രി sabotage. I have never felt a passion this intense. I mess up the good things in my life sometimes. അതായത് എന്താ പറയാ, ഈ എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. ഒരിടത്ത് മാത്രം ബന്ധം വെക്കുന്നതല്ല, ചിലപ്പോൾ 1-2 വ്യക്തികളിൽ കൂടുതൽ ബന്ധം വെക്കുന്നതാണ്. അപ്പൊ ഈ ബന്ധം ഇങ്ങനെ പോയിക്കൊണ്ട് സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളോ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ആ ഒരു പുതുമ നഷ്ടപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കെമിസ്ട്രി വർക്കൗട്ട് ആകാതെ വന്നു, പല കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്പെടാതെ വന്നു, പല കാര്യങ്ങളും നിങ്ങൾ തെറ്റുകാരൻ അല്ലെങ്കിൽ തെറ്റുകാരി ആകാൻ തുടങ്ങി, നിങ്ങളുടെ അടുത്തുള്ള എന്റർടൈൻമെന്റ് പോയി. അപ്പൊ വേറെ അടുത്തുള്ള ആളുടെ അടുത്തുള്ള എന്റർടൈൻമെന്റിലോട്ട് പോകാൻ തുടങ്ങി. അതൊക്കെയാണ് കാര്യം. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഡെക്കിന്ന് മെസ്സേജ് എടുത്ത് നോക്കാം. പുള്ളിയുടെ അടുത്ത് തന്നെ പല പ്രശ്നങ്ങളും പല നല്ല കാര്യങ്ങളും പുള്ളി തന്നെ വഴിമുടക്കി കളയുന്നുണ്ട് എന്നാണ് പുള്ളി പറയുന്നത്. സപ്പോർട്ടേജ് നോക്കട്ടെ. ഇതാണ് ഇത്. ഓക്കെ, ഓക്കെ. അതാണ് അതിൻ്റെ ഒരു ഇത്. പീപ്പിൾ ഡോണ്ട് ബിലീവ് ഇൻ മീ. ആരും എന്നെ വിശ്വസിക്കുന്നില്ല. അവര് ഒരു നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്ന പോലെ മറ്റുള്ളവർ ട്രീറ്റ് ചെയ്യുന്നില്ല. മൈ ലൈഫ് ഈസ് എ മെസ് റൈറ്റ് നൗ. ഐ വിഷ് ടു ബി ലൈക്ക് യു. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ ബട്ട് യു. ഓക്കെ, എൻ്റെ ജീവിതം ഇപ്പൊ വളരെയധികം കുഴപ്പത്തിലാണ്. എൻ്റെ ജീവിതം വളരെയധികം പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ ആരും മനസ്സിലാക്കാൻ റെഡിയാവുന്നില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, എന്നെ മനസ്സിലാക്കുമായിരുന്നു, അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ സ്നേഹം നിങ്ങൾക്കറിയാം, അതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം എന്നൊക്കെ ഉള്ള ഇതാണ്. യു ആർ ടു നൈസ്, ഐ ഡോണ്ട് ഡിസേർവ് യുവർ കൈൻഡ്നെസ്. അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ വളരെ പിടിവാശിക്കാരിയാണ്, അല്ലെങ്കിൽ പിടിവാശിക്കാരൻ, അല്ലെങ്കിൽ വളരെയുള്ള ധൈര്യമുള്ള ആളാണെങ്കിലും വളരെ ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ ഈ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഒരു ചെറിയ ഒരു പൂച്ചക്കുട്ടിയുടെ പോലെ ആയിരിക്കും നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താ, ഈ വ്യക്തി ചെയ്യുന്ന പരിപാടികളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ ഈ വ്യക്തിയുടെ ഒരു സാമീപ്യം നിങ്ങൾ വല്ലാണ്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്ത് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇവരുടെ അടുത്ത് നല്ല രീതിക്ക് നിൽക്കുന്നു. പക്ഷെ ആ ഒരു
നിങ്ങളുടെ ഒരു കൈൻഡ്നസ് ഇവർ അർഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഐ ആം ദ മാൻ. അതിന്റെയൊക്കെ അർത്ഥം അറിയാലോ. വൈ ഡു ഐ ഫീൽ ദിസ് വേ. അപ്പൊ പുള്ളിനോട് തന്നെ കണ്ണാടിയിൽ പോയി ചോദിക്കേണ്ട ഒരു കാര്യമാണ്. മിററിനോട് പോയി ചോദിക്കുക. പുള്ളിനോട് തന്നെ എന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇപ്പൊ നിങ്ങളോട് ഒരു കൺവേഴ്സേഷൻ വരുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഇത് പറയുക, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു എന്ന് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിനോട് തന്നെ പറയുക, കണ്ണാടിയിൽ പോയി ചോദിക്കാൻ. കാരണം പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പുള്ളി എല്ലാ പരിപാടികളും സ്വന്തമായിട്ട് കുറെ ഒരു പരിപാടികളൊക്കെ ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ദിസ് ലവ് ഈസ് ക്രേസി. ഈ ഒരു പ്രണയം എനിക്ക് ക്രേസി ആയിട്ട് അനുഭവപ്പെടുന്നു. ഐ ആം അഫ്രൈഡ് ടു ലൂസ് യു. യു വേർ റൈറ്റ്. എനിക്ക് നിങ്ങളെ നഷ്ടപ്പെടുവോ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ എന്താ പറയാ, നിങ്ങൾ വേറെ ഒരു ജീവിതത്തിലോട്ട് പോകുമോ, നിങ്ങൾക്ക് വേറൊരു വ്യക്തി ബന്ധങ്ങൾ വരുമോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും കാര്യത്തിലോട്ടൊക്കെ നിങ്ങളുടെ ലൈഫ് കൊണ്ടുപോകുമോ, നിങ്ങളെ എനിക്ക് നഷ്ടപ്പെടുവോ, കാരണം അവിടെ നിന്ന് എനിക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഏറ്റെടുക്കുവോ, അങ്ങനെയൊക്കെ ഉള്ളത്. യു വേർ റൈറ്റ്. നിങ്ങളായിരുന്നു ശരി. വൈ കാൺട്ട് ഐ മൂവ് ഓൺ ഫ്രം യു. എനിക്ക് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ബി അലോൺ. ഐ കാൺട്ട് സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. സെക്സ് വിത്ത് യു. എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ പറ്റില്ല. എനിക്ക് ഒറ്റക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് മറ്റുള്ളവര് എന്താ പറയാ, മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി എനിക്ക് അതൊന്നും താങ്ങാൻ പറ്റില്ല. എനിക്ക് ഈ പറയുന്ന ഈ പുള്ളിക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരോട് ചെയ്യാം, പക്ഷെ മറ്റുള്ളവരോട് ചെയ്ത കാര്യങ്ങളൊക്കെ ഇയാളുടെ ജീവിതത്തിൽ വരുന്നത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഒറ്റപ്പെടലാണെങ്കിലും ബ്ലോക്കിംഗ് ആണെങ്കിലും വേദനയാണെങ്കിലും വിഷമമാണെങ്കിലും ഈ വ്യക്തി ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. ഞാനുള്ള കാര്യം പറയുള്ളൂ. എനിക്കുള്ള കാര്യങ്ങൾ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ ഈ വ്യക്തിക്ക് പല കാര്യങ്ങളും ചെയ്യാം, പക്ഷെ അത് നിങ്ങളുടെ അടുത്തോട്ട് ഇപ്പൊ ഒരു നിങ്ങൾ ഒറ്റപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾ സാമീപ്യം, ഇവരുടെ ഒരു അറ്റൻഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുടെ ഒരു സാമീപ്യം ആഗ്രഹിച്ച സമയത്ത് ഇവര് ചിലപ്പോൾ അതൊന്നും തന്നിട്ടുണ്ടാവില്ല, ഒറ്റപ്പെടുത്തി പോയിട്ടുണ്ടാവും. പക്ഷെ ഇവരെ ഒറ്റപ്പെടുത്താൻ ഇവർക്ക് ആഗ്രഹമില്ല. ഇപ്പൊ നിങ്ങൾ അനുഭവിച്ച വിഷമങ്ങളൊന്നും ഇവർക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, ഇവർക്ക് അത് താങ്ങാൻ പറ്റില്ല. ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൌട്ട് യു. എനിക്ക് നിങ്ങളെ പറ്റിയുള്ള ചിന്ത സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് മച്ചമ്പി പറയുന്നത്. ഈസ് ഇറ്റ് ഓവർ. ഇതൊക്കെ പുള്ളിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. വൈ കാൺട്ട് ഐ ടെൽ യു ദ ട്രൂത്ത്. പുള്ളി എന്നെ ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് പുള്ളി എന്താണ് ഇങ്ങനെ പറയുന്നത്? നിങ്ങളുടെ പേഴ്സൺ എന്താ ഇങ്ങനെ പറയുന്നത്? കാരണം ഞാൻ എന്തുകൊണ്ടാണ് സത്യം പറയാത്തത് എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. വിൽ ദിസ് പെയിൻ എവർ സ്റ്റോപ്പ്. ഈ പെയിനൊക്കെ എന്തെങ്കിലും അവസാനിക്കോ? വാട്ട് ഈസ് ദ ട്രൂത്ത്. എന്താണ് ഇതിന്റെ സത്യം? ഓക്കെ, നമുക്ക് ഡിവൈൻ മെസ്സേജസ് നോക്കാം. ബിലീവ് ഇൻ യുവർ സെൽഫ്, വൈസ് ഡിസിഷൻ. നമ്മൾ എടുക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനം ദേഷ്യത്തിന്റെ പുറത്ത്, വൈരാഗ്യത്തിന്റെ പുറത്ത്, ബുദ്ധിമുട്ടിന്റെ പുറത്തിലൊന്നും എടുക്കാതിരിക്കുക. നമുക്ക് ഇപ്പൊ ആരെങ്കിലും ഒരു ക്ലാരിറ്റി വരുത്താൻ ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് സഹായം ചോദിക്കാൻ മടിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വാസമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ രക്ഷപ്പെടുമെന്നോ, നിങ്ങളുടെ ജീവിതം എന്നും ഇതുപോലെ തന്നെ ആയിക്കൊണ്ടു പോകുമെന്നോ ഒക്കെ ഉള്ള ഒരു ടെൻഷനായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വിശ്വസിക്കുന്നില്ല. അപ്പൊ ആദ്യം നമ്മളിൽ തന്നെ നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ കാര്യങ്ങളെയും, കഴിവുകളും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും കഴിവ് കേടുകളും ഉണ്ട്. ഈ രണ്ടിനെയും വിശ്വസിക്കണം. മറ്റുള്ളവർ ഇതാക്കുന്നതിനേക്കാളും നമ്മളുടെ ഏതൊരു മനുഷ്യനും അവനവന് കഴിവുകൊണ്ട് കഴിവുകേടുമുണ്ട്. അപ്പൊ അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലാതെ എല്ലാ മനുഷ്യർക്കും സ്വന്തമായിട്ടൊരു വിശ്വാസം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. എന്റെ ജീവിതം രക്ഷപ്പെടുമോ, എന്റെ മനസ്സിന്റെ ബുദ്ധിമുട്ടൊക്കെ മാറുമോ, എനിക്ക് എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, ആ ടെൻഷനൊക്കെ ഒന്ന് മാറ്റുക. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു ക്ലാരിറ്റി, ഇപ്പൊ ഈ പേഴ്സണെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കാണെന്നുണ്ടെങ്കിലും
ക്ലാരിറ്റി വരുത്തിയിട്ട് മാത്രം പല തീരുമാനങ്ങളിലേക്കും പോവുക. ഓക്കെ. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരു നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.